വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴൂർ സ്വദേശി കറുപ്പംവീട്ടിൽ 39 വയസ്സുള്ള അസീസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3-ാം തീയതി രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഭിന്നശേഷിക്കാരനായ യുവാവ് മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ പ്രതി സ്കൂട്ടറിൽ പിന്തുടർന്നെത്തി ഭിന്നശേഷിക്കാരനായ യുവാവിനെ കീഴൂർ ഏറത്ത് അമ്പലത്തിന് മുന്നിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ നിന്നും തള്ളി വീഴ്ത്തുകയും റോഡിലേക്ക് വീണ ഭിന്നശേഷിക്കാരനെ ഇരുമ്പ് കമ്പി കൊണ്ട് തലയിൽ അടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടിയിൽ ഇടതുകാലിലും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. അയൽവാസിയായ ഇരുവരും തമ്മിൽ അതിർത്തി തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കെയാണ് ഭിന്നശേഷിക്കാരനായ യുവാവിനെ പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ ഭിന്നശേഷിക്കാരൻ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. It gives me immense pleasure to express my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും. അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇംപ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. And now I have been witnessing the developmental change in my son. Your teachers work collaboratively with kids to enhance their academic knowledge as well as their life skills. I really express my gratitude to Holy Grace family for providing a truly international curriculum to my son.